കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിക്കുമ്പോൾ ഇത്തവണ പൊങ്കാല സമർപ്പണത്തിന് വലിയ തിരക്കുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ദേവീദർശനത്തിനൊക്കെ വലിയ ക്യൂ തന്നെയായിരുന്നു. ആ തരത്തിലാണ് പൊങ്കാലയ്ക്കുള്ള രാവിലെ മുതൽ ആറ്റുകാലിലേക്ക് ഒഴുകുകയാണ് ജനങ്ങൾ. ഇപ്പോൾ ഇന്ന് 9:45 പൊങ്കാലയുടെ ചടങ്ങുകൾ തുടങ്ങുന്നത്. 10:15 അടുപ്പ് വിട്ട് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിക്കുന്നു. ഗതാഗത ക്രമീകരണം സജ്ജമാക്കിയിരുന്നു. ഹരിത പൊങ്കാലയാണ് ഇത്തവണയും. ആ ചട്ടവും കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള ഭക്തിസാന്ദ്രമായ ചടങ്ങുകളാണ് നടക്കുന്നത്. തത്സമയ റിപ്പോർട്ടുകളുമായി ആറ്റുകാൽ അമ്പലത്തിന്റെ നടയ്ക്ക് മുന്നിൽ നിന്നാണ് ശ്രീജയും അശ്വതിയും ചേരുന്നത്. ഒപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുന്നിൽ നിന്ന് MG രേണുക, ആറ്റുകാൽ പരിസരത്ത് നിന്ന് തന്നെ ഭവ്യയും നമുക്കൊപ്പമുണ്ട്. ശ്രീജ, അശ്വതി, വലിയ തിരക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭക്തർക്ക് ആറ്റുകാൽ അമ്പലത്തിലോട്ട് വരാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയ തിരക്കുണ്ടായിരുന്നു. എല്ലാ വർഷങ്ങളും ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനെല്ലാം മറികടക്കുന്ന രീതിയിലുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്ക് ഇത്തവണയുണ്ട് എന്നുകൂടിയാണോ മനസ്സിലാക്കേണ്ടത്? ഒപ്പം ഇനി എത്ര സമയം കൂടിയാണ്, എത്രത്തോളം ഭക്തി സാന്ദ്രമായിട്ട് നിൽക്കുന്നു ആറ്റുകാൽ പരിസരം ഇപ്പോൾ? തീർച്ചയായിട്ടും അപർണ പറഞ്ഞതുപോലെ ഇന്നലത്തെ തിരക്ക് ഇന്നത്തെ തിരക്കെന്നൊന്നുമില്ല. ഇവിടെ മുഴുവൻ തിരക്കാണ്. തിരക്ക് നിയന്ത്രിച്ചു വിടുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഇവിടെ വന്നിട്ടുള്ളവർക്ക്, ആറ്റുകാൽ ക്ഷേത്രം സന്ദർശിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. വളരെ പരിമിതമായ സ്ഥലമാണ് അകത്തുള്ളത്. ഇത്രയേറെ ആളുകൾ അകത്തേക്ക് കയറുമ്പോൾ അതേപോലെ തന്നെ അവരെ പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെ, ഞങ്ങളെ മാറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പൊ അവിടെ നിന്നപ്പോ കൃത്യമായിട്ട്, അതായത് ആർക്കും ഒരു പ്രിവിലേജും ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. സന്തോഷമാണ് ഒരു രീതിയിൽ. എല്ലാവരും ഇന്ന് പുറത്ത് സമന്മാരാണെങ്കിൽ ഇവിടെ ദേവിക്ക് മുന്നിലും ഇന്ന് സമന്മാരായേ പറ്റൂ. കാരണം ഇത് ഞങ്ങളോട് പോലീസിലെ ആ പുള്ളി അദ്ദേഹം പറഞ്ഞത്, നിങ്ങള് കുറെ നേരമായിട്ട് കൈയടക്കി വെച്ചിരിക്കുകയാണ് ഈ സ്ഥലം എന്നാണ്. ഭക്തർക്ക് തൊഴണമെന്ന് പറഞ്ഞപ്പോ അതാണല്ലോ പ്രാഥമികമായിട്ട് ഇന്ന് ഭക്തരുടെ ദിവസമാണ്. നമ്മളൊക്കെ അവർക്ക് വേണ്ടി വിവരങ്ങൾ എത്തിക്കുമ്പോൾ പോലും അവർക്ക് അസൗകര്യം ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഇന്ന് എനിക്ക് തോന്നുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്ന അതിലാണ്. അത് പോലീസ് ആയാലും വോളണ്ടിയേഴ്സ് ആയാലും. ഇത് കണ്ടോ, നമ്മുടെ കുട്ടികളൊക്കെ അതെ അന്ന് വോളണ്ടിയേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് രേണുകയ്ക്കൊപ്പം അവിടെ കിഴക്കേക്കോട്ടയിൽ ആരൊക്കെയുണ്ട്, രേണുകയ്ക്ക് സംസാരിക്കണം. അപ്പൊ അങ്ങോട്ടേക്ക് നമുക്ക് ഉറപ്പായിട്ടും. രേണുക ഇപ്പോ എവിടെയാണ് ഉള്ളത്? രേണുക എവിടെയാണ് നിൽക്കുന്നത്? നേരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലായിരുന്നു. കുറച്ച് നടന്ന് അങ്ങോട്ടേക്ക് പോയോ? അവിടുത്തെ തിരക്കുകളൊക്കെ ഏത് രീതിയിലാണ്? ഷോപ്പിംഗ് സെന്റർ കൂടിയാണ് കിഴക്കേക്കോട്ട. മാത്രമല്ല ഈ ആളുകൾ വന്നിറങ്ങുന്ന സ്ഥലമാണ്. ആ തരത്തിലല്ലേ എപ്പോഴും. അതെ, അത് തമ്പാനൂരാണ് കൂടുതൽ. എങ്കിൽ പോലും കിഴക്കേക്കോട്ടയിലേക്ക് എത്തുമ്പോൾ ഷോപ്പിംഗ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ. അപ്പൊ അവിടെ വഴിയോര കച്ചവടം. അതെ, എവിടെ രേണുകയുടെ ഒപ്പം ആരൊക്കെയാണ് ഉള്ളത്? അവരോട് സംസാരിക്കാം. അതെ, തീർച്ചയായും ശ്രീജ, അശ്വതി, ഞാനിപ്പോ ഇവിടെ പൊങ്കാല ഒന്ന് കാണുകയായിരുന്നു. പൊങ്കാലയുടെ ഒരുക്കങ്ങളൊന്ന് കാണുകയായിരുന്നു. ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നടന്ന് പടിഞ്ഞാറേക്കോട്ട വഴി ഇപ്പോൾ നമ്മളുടെ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നമുക്കറിയാം, മിനിറ്റ് വിട്ട് ബസ്സുകൾ പോകുന്ന ഇടം, അത്രമാത്രം തിരക്ക് അനുഭവപ്പെടുന്ന ഇടം. ഇവിടെ ഇപ്പൊ ബസ്സുകളല്ല, ആ സ്ഥലം മുഴുവൻ പൊങ്കാലയ്ക്കായി ആളുകൾ കവർന്നിരിക്കുകയാണ്. 3, 4, 5 വരിയിലായി പൊങ്കാല കലങ്ങൾ നിരന്നിരിക്കുന്നത് നമുക്ക് കാണാം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അവർ ഇരിക്കുകയാണ്. ഇപ്പോൾ അവസാനവട്ട ഓരോ വിഭവങ്ങൾ, ഓരോ നിവേദ്യങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് കാണാം. ഈ തെരളിയൊക്കെ എല്ലാം അവർ ഈർക്കിലിൽ കോർത്ത് വരെ വെച്ചിരിക്കുകയാണ്. ഇനി തീ അങ്ങോട്ട് പടർന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വിഭവങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാവും. അമ്മ എവിടുന്നാ വരുന്നേ? രാവിലെയാണ് ഇവിടെ എത്തിയേ? രാവിലെ എത്തി. എല്ലാം തയ്യാറായില്ലേ? തയ്യാറായിക്കൊണ്ടിരിക്കണം. എത്രാമത്തെ പൊങ്കാല ഇത് പറയാൻ പറ്റൂല, എത്രാമത്തേനൊന്നും പറയാൻ പറ്റൂല. ആറ്റുകാലിൽ അറിയുന്ന അത്രയും വർഷത്തേക്കുള്ള അത്രയും കണക്കുകളാണ് ഓരോരുത്തർക്കും പങ്കുവെക്കാനുള്ളത്. വർഷങ്ങളായി വരുന്നവർ അവർ ഇത്തവണയും വളരെ ഭക്തിയോടുകൂടി വന്ന് പൊങ്കാല അമ്മയ്ക്ക് അർപ്പിക്കാനായിട്ടുള്ള ആ കാത്തിരിപ്പിലാണ്. നമ്മൾ ഇവിടെ ഒരു കൂട്ടം ആളുകളെ കാണുകയാണ്. നോക്ക്, ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ എത്തുകയാണ്. വളരെ വേഗത്തിൽ പോകുന്ന കണ്ടിട്ട് ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു നമ്മളുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താനായി. എവിടുന്നാ വരുന്നത്? ഞങ്ങള് പെരിന്തൽമണ്ണയിൽ. എന്താ എല്ലാവരും ഒരേ വേഷത്തിലാണല്ലോ? ഞങ്ങൾ
ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഒരു പരിചയക്കുറവ്, അപ്പൊ കൂട്ടം തെറ്റിപ്പോണ്ടെന്ന് വിചാരിച്ചു. ഈ ഡ്രസ്സിലെ ഈ തയ്യാറെടുപ്പ് കാണുമ്പോൾ തന്നെ അറിയാമോ പൊങ്കാലയ്ക്ക് വേണ്ടി നല്ലൊരു തയ്യാറെടുപ്പ് തന്നെ മലപ്പുറത്ത് നടത്തിയിട്ടുണ്ടെന്ന്. ഫസ്റ്റ് ടൈം ആണ് ഇവിടെ? ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാനും ഫസ്റ്റ് ടൈം. ഇവര് കുറെ പ്രാവശ്യം വന്നത്. എത്രാമത്തെ തവണ വരുന്നേ? 2011 തൊട്ട് വരുന്നതാണ്. 2011 മുതൽ. ഒരേ സ്ഥലത്ത് തന്നെ ഇടുന്നത്, ബ്രാഹ്മിൻസ് താമസിക്കുന്ന തെരുവില്. അവിടെ തന്നെയാണ് എല്ലാ വർഷവും ഇടുന്നത്? എല്ലാ വർഷം അവിടെ തന്നെ ഇടാറ്. ഇത്തവണ എന്നാ വന്നത്? ഇന്നാണോ അതോ ഇന്നലെ എത്തിയോ? 11-ാം തീയതി രാവിലെ എത്തിയിട്ടുണ്ട് ഇവിടെ. 11-ന് എത്തി. എല്ലാ തവണയും പോയി തൊഴാനുള്ള സൗകര്യത്തിന് ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി എല്ലായിടത്തിലും പോയി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി, പിന്നെ പഴവങ്ങാടി ഗണപതിനെ തൊഴുതു. പിന്നെ 2 ദിവസം മറ്റേ നമ്മൾ പൊങ്കാല അമ്പലത്തില്. എവിടെ സ്റ്റേ? എവിടെ നമ്മൾ സ്റ്റേ സിൽവർ സാൻഡ് ഹോട്ടലിൽ മുറിയെടുത്ത് 2 ദിവസം മുമ്പ് വന്ന് പൊങ്കാല ആഘോഷമാക്കുകയാണ്. എങ്ങനെയാണ് ആദ്യം ഇവിടെ എത്തുന്നത്? ആദ്യം വരുന്നത് ഞങ്ങൾ ഇവിടെ ബ്രാഹ്മിൻസ് താമസിക്കുന്ന തെരുവിലുള്ള ഒരു പിന്നെ കനറ ബാങ്ക് മാനേജർ ഞങ്ങളടുത്ത് താമസിച്ചിരുന്നു. അവിടുന്ന് തൊട്ട് പരിചയം, അങ്ങനെ വരുന്നത്. അങ്ങനെ അത്രയും വർഷമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൂടുതൽ ആ സംഘത്തിൽ ആളുകൾ കൂടുകയാണ് അല്ലേ? നിങ്ങൾ ബന്ധുക്കളാണോ? അല്ല, കോവർക്കേഴ്സ്. എവിടെ വർക്ക് ചെയ്യുന്നില്ല? പെരിന്തൽമണ്ണ സ്കൂളിലെ ടീച്ചേഴ്സാ. സ്കൂൾ ടീച്ചേഴ്സ്, എല്ലാവരും സ്കൂൾ ടീച്ചേഴ്സാണ്. കുറച്ച് പേര്, ഞങ്ങൾ 3 കോവർക്കേഴ്സാണ്. എന്റെ ചെറിയമ്മയാണ് ഇവര്, അമ്മയുടെ അനിയത്തി. ഇവര് രണ്ടാണ്. ചെറിയമ്മയാണ് ആദ്യം ഇവിടെ വന്നത്. അവരുടെ ചേച്ചിയാണ്. ചേച്ചിയാണ് കൊണ്ടുപോകുന്നത് ഞങ്ങളൊക്കെ. എന്താണ് നിങ്ങൾക്ക് ഇത്രയും വർഷമായി വരുന്നവരുണ്ട്, നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണല്ലോ, പറഞ്ഞു കേട്ടതിനപ്പുറമാണോ? തിരക്ക് അത്ഭുതം തന്നെ പറയാം. ത്രില്ലാണ്. ഞങ്ങൾ ആദ്യത്തെ, ഞങ്ങൾ 3 ആദ്യത്തെ. നിങ്ങൾ ആദ്യം വരികയാണ്. അപ്പൊ ഈ പറഞ്ഞു കേട്ടതിനപ്പുറം വർഷം പറയുന്നത് കേൾക്കാം. അപ്പൊ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും പോരണമെന്ന്. ഈ വർഷമാണ് പോരാൻ സാധിച്ചത്. അപ്പോ ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് അവര് വന്നിരിക്കുകയാണ്. 2 ദിവസമായി ഇവിടെ ഉണ്ട്. അവർ പ്രതീക്ഷിച്ചില്ല, നേരത്തെ മുതൽ വന്നവർ പറഞ്ഞു കേട്ടതിനപ്പുറമാണ് ഇവിടുത്തെ തിരക്കും ഈ പൊങ്കാലയുടെ ആഘോഷങ്ങളും എന്നതാണ് അവർ പറയുന്നത്. എന്തായാലും ബാക്കിയുള്ള സമയം കൂടി എൻജോയ് ചെയ്യാം. എന്നാ മടങ്ങി പോകുന്നത്? എന്നാ ഞങ്ങൾ ഇന്ന് രാത്രി പോകും, നാളെ രാവിലെ പോകും. നാളെ രാവിലെ പോകും. ഏതായാലും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും പൊങ്കാല അവർ ഇടുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അതിനകം തന്നെ ഇപ്പോൾ പലയിടങ്ങളിലും ക്ഷേത്രങ്ങളിൽ പോയി ദർശനമൊക്കെ നടത്തിയാണ് അവർ പോകുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രവും ഒപ്പം തന്നെ ഈ ഗണപതി ക്ഷേത്രവും ഒക്കെ ദർശിക്കുക. അത് എല്ലാവരുടെയും ഒരു റുട്ടീന്റെ ഭാഗമാണ്. എല്ലാ തവണയും പൊങ്കാല ഇടുമ്പോൾ ദാ ഇവിടെ പൊങ്കാല എന്ത് സാധനമാണ് ഉണ്ടാക്കുന്നത്? മണ്ടപ്പുറ്റ്. അപ്പൊ നേർച്ചയാണോ? നേർച്ച. എന്താ ഈ തലയിൽ തലവേദനയൊക്കെ ഉള്ളവരാണോ? എന്തെങ്കിലും തലവേദനയ്ക്ക് തന്നെ ആണല്ലേ? ഫോണും ചെയ്ത് മണ്ടപ്പുറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ നമുക്കറിയാം വളരെ തിരക്കുള്ള ഇടമാണ്. ബസ്സുകൾ ഇപ്പോഴും വരുന്നുണ്ട്. ഈ ഒഴുക്ക് എന്ന് പറയുന്നത് അവസാന സമയം അമ്പലത്തിലേക്ക് ദർശനത്തിന് പോകുന്നവരും ഇപ്പോൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തി പൊങ്കാല ഇടുന്നവർ. എവിടെ നിന്നാ വരുന്നേ? അയ്യോ, ഞങ്ങള് മരുതൂരിന്ന് വന്നത്. പൊങ്കാല എവിടെ ഇടുന്നേ? സ്കൂളിനകത്ത്. സ്ഥലമൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ള മോളുണ്ടല്ലോ. ഇത് ആദ്യത്തെ പൊങ്കാലയാണോ? ആദ്യത്തെ പൊങ്കാലയാണോ? എങ്ങനെയുണ്ട്? തിരക്കൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? എവിടെ ഇടുന്നേ പൊങ്കാല? എവിടെ ഇടുന്നേ? അപ്പൊ അമ്പലത്തിൽ പോയോ? അമ്പലത്തിൽ പോയില്ല, അവിടെ പോയി തൊഴുതതേ ഉള്ളു. പുറത്തുനിന്ന് തൊഴുതിട്ട് വന്നു. തിരക്കുകാരനാണോ? എവിടെയാ പൊങ്കാല ഇടുന്നേ? ബസ് സ്റ്റാൻഡിന്റെ അവിടെ. ബസ് സ്റ്റാൻഡിന്റെ അവിടെ. അമ്പലത്തിൽ പോയോ? പോയില്ല, ഭയങ്കര തിരക്കായോണ്ട്. ഭയങ്കര തിരക്കാണ്. ഇപ്പൊ പോയാൽ ഇനി പൊങ്കാലയുടെ സമയമാകുമ്പോഴത്തേക്ക് തിരിച്ചെത്താൻ പറ്റുമോ എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ പലരും അത് സ്കിപ്പ് ചെയ്യുകയാണ്.